വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി, തീവ്രവാദി. വേൾഡ് പൊളിറ്റിക്സിനെ പരാമർശിക്കുന്ന വരികളാണിത്. അപ്പോൾ ഈ വരികൾ എഴുതിയ ആളെയും അറിയാത്തവരായിട്ട് ഇന്ന് ഉണ്ടാവില്ല ആരും. കാരണം അത്രയും സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വരികളും ആ ആളും. അപ്പോൾ ആരെക്കുറിച്ചിട്ടാണ് പറഞ്ഞതെന്ന് ഗീതുവിന് മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൊച്ചു കുട്ടിനോട് ചോദിച്ചാൽ അടക്കം അറിയാം. അത്രയും സുപരിചിതനായിട്ട് മാറിയിട്ടുണ്ട് വേടൻ എന്ന ഹിരൺദാസ് മുരളി അല്ലെ. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയവൻ, വോയിസ് ഓഫ് വോയിസ്ലെസ്, ഒരു ജനതയുടെ ശബ്ദമായി മാറിയവനാണ്. പക്ഷേ രേഷ്മ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ അതെ, എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാൻ കോമൺലി എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഒരാളും കൂടി അറസ്റ്റായി എന്നുള്ള മൈൻഡിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പിന്നീട് വേടൻ ആരാണ്, വേടൻ്റെ പാട്ട് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഓഹോ ഇങ്ങനെ ഒരാൾ കൊള്ളാല്ലേ എന്ന് പറയുന്നത്. മേ ബി ഞാൻ ശ്രദ്ധിക്കാതെ പോയത് റാപ്പ് സോങ്ങിനോട് എനിക്ക് താല്പര്യമില്ല, ഇതെന്താണ് പറയണേന്നുള്ളത് ഓർത്തിട്ട് ഞാൻ അധികം ശ്രദ്ധിച്ചിട്ട് പോലില്ല. ആകെ അറിയുന്നത് ഈ കുതന്ത്രമായി ബന്ധപ്പെട്ട സോങ്സ് ഒക്കെയാണ്, അല്ലാതെ ഒരു കാര്യം അറിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു ഇൻസിഡൻറ്റ് കൂടി ഉണ്ടായി. അതോടുകൂടി അയ്യോ ഞാൻ എത്രത്തോളം ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 90s കിഡാണ്, അപ്പോൾ ഏജ് ഒന്നും പറയണില്ല, 90s കിഡാണ്. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് നല്ല അടിച്ച് പൊളിച്ച് പോകുമ്പോൾ ഒരു ചെറുത് വന്നിട്ട് എൻ്റെ ഇച്ചു എന്ന് പറയുന്ന ഒരു കസിൻ വന്നിട്ട് പറഞ്ഞു, ഇത്താത്ത ഇനി ഞങ്ങൾ പറയുന്ന പാട്ട് വെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പേര് പറഞ്ഞാൽ ഞാൻ വെച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു വേടനും ബേബി ജി എന്ന് പറഞ്ഞാൽ മതി, അപ്പം തന്നെ വരും, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത്ര ചെറിയ കൊച്ചാ, എത്ര പൊടിയാ, അവനിക്ക് എല്ലാം അറിയാം, ഞാൻ എത്ര ഔട്ട്ഡേറ്റഡ് ആണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ പാട്ടിനോടൊരു ഇഷ്ടം തോന്നാതിരുന്നത് എന്നൊക്കെ ഓർത്ത് എനിക്ക് എന്നോട് തന്നെ ഒരു സഹതാപവും സങ്കടവും തോന്നിയിരുന്നു ആ സമയത്ത്. ഓക്കെ, ഞാൻ ഇനിയും പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. അതെ അതെ. അപ്പൊ ഞാന് പുള്ളിനെ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത് അനൂപ് മേനന്റെ കൂടെ ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് പാട്ട് വേടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടൊരു ഇന്റർവ്യൂവിന്റെ ഒരു ഷോട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലും ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു അവരുടെ ഒരു കാസ്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന കുറച്ച് വരികൾ അനൂപ് മേനൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ പാണനല്ല, പുലയനല്ല, തമ്പുരാനുമല്ല, ആണയിൽ എനിക്കൊരു ഇല്ല എന്നുള്ള സംഭവം. അപ്പൊ ഞാൻ അത് കൊള്ളാലോ എന്നുള്ള സംഭവം അപ്പൊ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും പുള്ളിയെക്കുറിച്ച് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കാതെ നിന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ കത്തി തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ എന്തൊക്കെയോ പുള്ളി നമ്മളെ സൊസൈറ്റിനോട് പറയുന്നുണ്ട്. അങ്ങനെയാണ് പുള്ളിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ ആ വരികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. പുള്ളി മുന്നോട്ട് വെക്കുന്ന, എനിക്ക് തോന്നുന്നു പുള്ളി വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ കൊണ്ടിട്ടായിരിക്കും മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് എല്ലാ വരികളിലും. അപ്പോൾ അങ്ങനെയാണ് ഞാനും കൂടുതലായിട്ട് ഈ വേടൻ എന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അറിഞ്ഞു തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ തന്നെ വേടൻ ഇപ്പൊ അറിയുന്ന കുറെ ആളുകളുണ്ട്. അവര് പുറകോട്ട് പോയി വേടന്റെ പഴയ വീഡിയോസ് കാണുന്നു, അതിന്റെ അടിയിൽ കമന്റ് ചെയ്യുന്നു. ഇപ്പോഴാണ് വേടനെ കുറിച്ച് അറിഞ്ഞത്, നീ തീയായി മാറിയ ഒരാളാണ്, വേടന്റെ വാക്കുകൾക്ക് അത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. കൊച്ചു കുട്ടികളടക്കം വേടനെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ പാട്ടുകൾ പാടി നടക്കുന്നുണ്ട്. അപ്പൊ വേടനെ ഭയക്കുന്ന, വേടന്റെ ആശയത്തെ ഭയക്കുന്ന വേറൊരു സമൂഹം കൂടി നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് ഇത്രയധികം പ്രസക്തി വേടന്റെ ഒരു ഇഷ്യൂവിന് കിട്ടുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ മെഹർ പറഞ്ഞല്ലോ, അനൂപ് മേനോനായിട്ടുള്ള ഇന്റർവ്യൂ, വേടന്റെ കുറെ അധികം ഇന്റർവ്യൂസ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും ഇത്ര പോപ്പുലാരിറ്റി ഉണ്ടായിട്ടില്ല. അപ്പം വേടൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വിഷ്വലി ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഇഷ്ടമില്ലാത്ത ഒരു നിറത്തിലാണ് ഞാനുള്ളത്. ഞാൻ ഒരു ബ്ലാക്ക് കളറാണ്, അല്ലെങ്കിൽ കറുത്തവൻ കറുത്ത ഡ്രസ്സ് ഇടുന്നു, അല്ലെങ്കിൽ കറുത്തവൻ റെഡ് ഡ്രസ്സ് ഇടുന്നു എന്നുള്ളത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അത് മാത്രമല്ല, കൂടുതലായിട്ട് അല്ലെങ്കിൽ വംശീയ അധിക്ഷേപങ്ങളുള്ള അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കോമഡി ഷോസ് ആണ് ഇപ്പൊ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ എന്റെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. വേടൻ സ്വയം ഒരു രാഷ്ട്രീയമായി മാറുകയാണ് അല്ലെ. എനിക്കത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഇടുക്കിയിൽ ഒരു ഷോ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഷോയിൽ പറയുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എല്ലാവർക്കും എന്നെ അറിയില്ല, ഇവിടെ അറിയാതെ കൂടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇവനെന്ത് തേങ്ങയാണ് ഈ പാടുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു മനസ്സിലായത്, എനിക്ക് മാത്രമല്ലല്ലോ ഇവരെന്ത് തേങ്ങയാണ് പാടുന്നതെന്ന്. ഇദ്ദേഹത്തിന്റെ വരികളെ ഉദ്ദേശിച്ചല്ലാട്ടോ പറഞ്ഞത്. ഈ റാപ്പിനോട് എനിക്ക് താല്പര്യമില്ല, ഈ അങ്ങനെ ഇങ്ങനെയൊക്കെ പാടുന്നത് ഒരു താളമൊന്നും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്കും തോന്നിയത് എന്ത് തേങ്ങയാണ് ഇവർ പാടുന്നതെന്നുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന്റെ വരികളെ കുറിച്ചല്ല പറഞ്ഞത്. വരികളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇത്രത്തോളം
തീ ഉണ്ട് എന്ന് മനസ്സിലായി. ഈ ഷോയിൽ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ. അതായത് വേറെ ഇപ്പൊ നിങ്ങൾ പാടിയ പലതും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ഈ ഷോയിൽ തന്നെയാണ് ഇദ്ദേഹം പാടുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം മൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഓരോ വാക്കുകളിലും അദ്ദേഹത്തിന്റെ കറക്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണ് ഫയർ എന്ന് ആ എക്സ്പ്രഷനിൽ ഓരോന്നിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഇദ്ദേഹം ഇത്രത്തോളം ഡിസ്ക്രിമിനേഷൻ, മേ ബി റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആവാം, ഫിനാൻഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആവാം, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആവാം, ഇങ്ങനെ പലതരം ഡിസ്ക്രിമിനേഷൻ ഇദ്ദേഹം നന്നായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആ ഒരു വാക്കില്, ആ ഒരു നോട്ടത്തില്, ആ ഒരു എക്സ്പ്രഷൻ എല്ലാം ഇത്രത്തോളം ഷാർപ്പാവില്ല എന്ന് മനസ്സിലായത്. വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വേട്ടയാടി വന്ന ആളാണ്, പല കാരണങ്ങൾ കൊണ്ട് ചെറുപ്പം മുതലേ പലതരം ജോലികൾ ചെയ്ത് പലതരം സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് സ്വയം വേട്ടയാടി വന്ന എനിക്ക് വേടൻ എന്നുള്ള പേര് ആൾക്ക് ഇഷ്ടമാണ് അല്ലേ? അതായത് സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ആൽബം ഉണ്ട്. അപ്പൊ അതില് കുറച്ച് വരികള് അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഗീതുന വരി കറക്റ്റ് ആയിട്ട് അറിയാൻ തോന്നുന്നില്ല ഗീതു. സ്വന്തം അമ്മയെ കുറിച്ച് വേടം പറയുന്ന വാക്കുകളാണ് അല്ലെ. എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്ന് ആരോ തുരത്തി, അവളിൻ ഉദരത്തിൽ നിന്ന് ഉരുവെടുത്തത് പരുത്തിയല്ലോ എരുക്കിൻ തീ അല്ലേ? ശരിക്കും തീയല്ലേ വേടൻ? ശരിക്കും ഈ തീനെ കുറിച്ച് പറഞ്ഞപ്പോ ഷെറഫുദ്ദീൻ ഉണ്ടല്ലോ, ഇതും നമ്മള് ഷോർട്സ് കാണുന്നതാണ്. ഇപ്പോൾ വേടന്റെ ഒരു ഷോയില്, എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഷോയില് നാസയുടെ റോക്കറ്റിന്റെ മൂട്ടി പോലും ഉണ്ടാവില്ല ഇവന്റെ ഉള്ളിലുള്ള തീ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ആലോചിക്കണം, അത്രയും എന്തൊക്കെയോ പുള്ളിയെ ഇങ്ങനെ കത്തിക്കുന്നുണ്ട് ഉള്ളില്, ഹോൺ ചെയ്യുന്നുണ്ട്. നമ്മള് സോഷ്യൽ സയൻസിലൊക്കെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്യൂഡലിസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും കാസ്റ്റിന്റെ പേരിൽ പലയിടത്തും പലരെയും തഴയുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രൊജക്ഷനാണ് പുള്ളിയുടെ ആ ഒരു വരികളിലൂടെ കാണിച്ചു തരുന്നത്. അത് മാത്രല്ല മെഹ്റു, നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും, നമ്മളിപ്പോ പറയും കേരളത്തിൽ അതൊന്നും ഇല്ല, വർഗീയതയില്ല, ജാതി വിവേചനം ഇല്ല, എല്ലാവരും തുല്യരാണ് എന്ന് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു സവർണ മേധാവിത്വം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് എല്ലാവരുടെ മനസ്സിലും ഉള്ളിലുണ്ട്. അവര് അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ കൂട്ടര്, നമ്മള്, അവര് അല്ലെ, നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം, അവരങ്ങനെ ചെയ്തോട്ടെ, അവരങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്നവരാണ്. അതാണ് പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ബ്ലാക്ക് ആണ്, ഞാൻ ഒരു കറുത്ത നിറമുള്ളവനാണ്, ശരിക്കുമുള്ള നിറം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. വെളുത്തതാണോ കറുത്തതാണോ ചുവപ്പാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ ഞാൻ കറുത്തവനാണ് അല്ലെങ്കിൽ കറുത്ത ബോഡി ഉള്ളവൻ. നമ്മൾ പണ്ട് ചെറുപ്പത്തില് കളിക്കുടുക്ക കിട്ടുമ്പോ അതിലുണ്ട് നല്ലവൻ അപ്പവും മോശം കുട്ടി തൊപ്പുമാവുന്നത് എന്തുകൊണ്ടാണ് അല്ലേ? അപ്പം അതിലുണ്ട് നമ്മൾ അറിയാത്തൊരു സംഭവം. സ്കൂളിലെ ബുക്കില് അഗ്ലി ബ്യൂട്ടിഫുൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെടുത്ത് മാറ്റി. അഗ്ലി എങ്ങനെയാണ് ബ്ലാക്ക് ആയിട്ടാണ് അഗ്ലി കാണിച്ചിരുന്നത്, ഫെയർ ആയിട്ടുള്ളതാണ് ബ്യൂട്ടിഫുൾ കാണിച്ചിരുന്നത്. ശരിക്കും ഒരു LKG UKG പഠിക്കുമ്പോൾ തന്നെ അഗ്ലി എങ്ങനെ ഇരിക്കണം, ബ്യൂട്ടിഫുൾ എങ്ങനെ ഇരിക്കണം എന്ന് സിലബസ് പറഞ്ഞു കൊടുക്കുക. ആക്ച്വലി ഇപ്പൊ ഇത്തിരി ബോധം വന്നിട്ട് അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ ഇപ്പൊ എന്റെ ലൈഫിൽ ഒരുപാട് ഈ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ച സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഫിനാൻഷ്യലി ആവാം, കാസ്റ്റുമായി ബന്ധപ്പെട്ടാവാം, റേഷ്യലി ഞാൻ നല്ല ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ അടുത്ത് പണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്റെ കൂടെ, അത് ഹൈറ്റുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ ഫ്രണ്ട് നല്ല ഭംഗി അവളെ കാണാനായിട്ട്, അവളുടെ പുറകെ എപ്പോഴും ആൺപിള്ളേരുണ്ടാവും. അപ്പൊ എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടായി, എന്നെ ആരും നോക്കുന്നില്ല, ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അപ്പൊ ഒരു ദിവസം ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിന്റെ കൂടെ നടക്കാൻ ശരിക്കും നാണക്കേടാന്ന് പറഞ്ഞു. അതെനിക്കിപ്പോൾ പറയുന്നത് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ വേറൊരു ഇൻസെക്യൂരിറ്റി റേഷ്യൽ ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ അനിയൻ ജനിക്കുന്ന സമയത്ത് അവൻ 5 കിലോ എടുക്കുകയുണ്ടായിരുന്നു, നല്ല വെളുത്ത് തക്കടും ഉണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ ഫെയർ അല്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് 5 വയസ്സാണ്, എനിക്കിപ്പോ 30 വയസ്സായി. പറഞ്ഞു കുഴപ്പമില്ല പോട്ടെ. അപ്പൊ ആ സമയത്ത് എനിക്ക് 5 വയസ്സാണ്. ബട്ട് സ്റ്റിൽ ഞാൻ അത് ഓർക്കുന്ന ഒരു കാര്യമാണ്. അവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരുന്നു. ആ എന്ത് ഭംഗിയാ കാണാനായിട്ട്, നല്ല രസമുണ്ടല്ലേ, ഇനി നിന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും എൻ്റെ ഉള്ളില് അന്ന് തൊട്ട് എങ്ങനെ വെളുക്കാം എന്ന് നോക്കി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി ബോധം വന്നപ്പോൾ മനസ്സിലായി ഇതൊന്നും ഒരു എന്താ പറയാ ഒന്നുമല്ല. ഹ്യൂമാനിറ്റി ആണ് ഏറ്റവും വേണ്ടത്. ഇപ്പോൾ എൻ്റെ കുട്ടികളെ, എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നിങ്ങൾ നല്ലൊരു മനുഷ്യനായിട്ട് വളരൂ. അല്ലാതെ ചില കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറയും എനിക്ക്
എന്തോ തോന്നുന്നുണ്ട്, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുടി ഇങ്ങനെ വെട്ടിയിടുന്നത്, ഡ്രസ്സ് ചെയ്യണം, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും ചില കുട്ടികളൊക്കെ. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ നല്ല ഹ്യൂമൻ ആയിട്ട് ജീവിക്കൂ, തെറ്റ് ചെയ്യാതെ ജീവിക്കൂ, സത്യം പറയാൻ പഠിക്കൂ. അപ്പൊ തന്നെ നിങ്ങളിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അപ്പിയറൻസും കോൺഫിഡൻസ് ഒക്കെ വരുമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതെനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്ത്, ഈ ഒരു 10-20 കൊല്ലം തോന്നുന്നു ഈ ഒരു എന്താ പറയുക റിയലൈസേഷൻ എന്നിൽ ഉണ്ടാവാനായിട്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, ഇപ്പൊ മുടി വളർത്തി നടക്കുന്നവരെല്ലാവരും മോശമാണെന്ന് ആരും പറയരുതല്ലേ. പണ്ട് എനിക്ക് ചെറുപ്പത്തില് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മുടി അധികം വളർത്തിയവരെ കണ്ടിട്ടുണ്ടെങ്കിൽ, നല്ല ഹൈറ്റ് ഉള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ കരയും. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. എന്നുവെച്ചാല് നമുക്ക് കണ്ട് പരിചയമില്ല. അപ്പം നമ്മള് അറിയാതെ നമുക്ക് ചെറുപ്പത്തില് നമുക്ക് എവിടെ നിന്നോ നമ്മള് ഓരോരുത്തരും ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പം ഞാൻ പെരുമാറുന്നത്, ഞാൻ സംസാരിക്കുന്നത് എന്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അല്ലെങ്കിൽ ഞാൻ എന്ത് കേൾക്കുന്നു, എന്റെ വീട്ടിൽ എന്ത് കേൾക്കുന്നു, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ എന്ത് കേൾക്കുന്നു, അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു 5ാം ക്ലാസ് വരെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, ഞാൻ അധികം സോഷ്യലൈസ് ചെയ്തിരുന്നില്ല ആ സമയത്ത്. അപ്പം മുടി അധികം വളർത്തിയവരെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ്. അങ്ങനെ ഒരു ചേട്ടൻ എന്റെ അടുത്ത് വന്നിട്ട് പേര് ചോദിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കരഞ്ഞു. കാരണം മുടി വളർത്തിയവരെ എനിക്ക് പേടിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടി ആളുകളായിട്ട് സംസാരിച്ച് ഒറ്റയ്ക്ക് ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയപ്പോൾ, സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരൊന്നും മോശം ആളുകളല്ല, മുടി വളർത്തിയവരൊക്കെ നല്ലവരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ. ശരിക്കും ഈ റേസിസം എന്ന് പറയുന്നത് എല്ലാ ക്ലാസ്സിലും ഉണ്ട്. മീൻസ് അപ്പർ ക്ലാസ് ആയാലും ലോവർ ക്ലാസ് ആയാലും ഉണ്ട്. അത് നമ്മളുടെ സൊസൈറ്റിയിലും നമ്മുടെ ഫാമിലിയിലും തന്നെ നിന്നുണ്ടാവുന്നതാണ്. അത് മാറണമെങ്കിൽ ഇന്നോ നാളെയൊന്നും മാറില്ല, വർഷങ്ങൾ എടുത്തേക്കും. ചിലപ്പോൾ മാറാം, ചിലപ്പം മാറിയില്ലെന്നും വരാം. പക്ഷെ നമ്മൾ അതിന് അഗെയിൻസ്റ്റ് എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു അവയർനെസ് ഉണ്ടല്ലോ, അത് കുട്ടികളിലേക്ക് കൊടുത്തോണ്ടിരിക്കണം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാസ്റ്റ് ഡിഫറൻസിയേഷൻ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം ചിലപ്പോൾ അത് കേൾക്കുന്ന അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ശരിക്കും അത് ഉള്ളതാണ്. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് തന്നെയാണ് പുള്ളി പറയുന്നത്. കാരണം വേടന്റെ ഒരു ഇന്റർവ്യൂവിൽ വേടൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്റെ ജാതി പറഞ്ഞുകൊണ്ടാണ് ഈ ജാതി എന്ന വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നത്. ഞാൻ പാണലല്ല പുലയിലല്ല നീ തമ്പുരാനുമല്ല അല്ലെ. അപ്പോ പാണനാണ് ഞാൻ, ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാസ്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ എതിർക്കുന്നതും ഇല്ലാതാക്കുന്നതും എന്ന് പുള്ളി പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വേടന്റെ ഒരു വരികളാണ്, നീർനിലത്തിൽ ഉടമയാര് അടിമയാര് അല്ലെ. ഈ നിലത്തിന് ഉടമയും അടിമയും ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. അതെ. ഇപ്പോ നിങ്ങൾ ഈ വരികളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോ ഈ വേടന്റെ ഇഷ്യൂ വന്നപ്പോ ഇതിനു മുമ്പും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഈ കൺസംഷനുമായി ബന്ധപ്പെട്ടൊക്കെ. അവർക്കൊന്നും ഇല്ലാത്തൊരു ഹൈപ്പ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റോടു കൂടി ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് മനസ്സിലാകും, ഇദ്ദേഹത്തിന് ഇത്രയും ഫാൻ ഫോളോയിങ് ഉണ്ടോ, ഇദ്ദേഹത്തെ ഇത്രയും പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ വരികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇദ്ദേഹത്തെ ആശയങ്ങളെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരുപാട് കുട്ടികളുടെ കൂടെ ഇടപഴകുന്നത് കൊണ്ടാവാം ഓക്കെ ഇദ്ദേഹം ഇത്രയും എനർജറ്റിക് ആണ്. ഓക്കെ, എനിക്കറിയില്ല ഈ കേസിന്റെ വാലിഡിറ്റി നമുക്ക് എത്രത്തോളം ആണെന്ന് നമുക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഇൻഫ്ലുവൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു സാധനം ഉള്ളിലോട്ട് വന്നത്. നമ്മുടെ ഒരു തൊപ്പി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഇൻഫ്ലുവൻസ്. അത് എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളാണ് ആ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഫാൻ ബേസ്. കാരണം കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് പലതും ആ കുട്ടികൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. അതെ. അപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഈ വേടൻ എന്ന് പറയുന്ന ആള് ഇതേപോലെ കൺസംഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ, ആ ഇൻഫ്ലുവൻസ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെ. അപ്പൊ അതിനോട് ഞാൻ അത് ഓൾറെഡി ഇപ്പൊ പുള്ളി പുറത്തു വന്നപ്പോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പുള്ളിനെ തിരുത്താൻ ആരും ഉണ്ടായിട്ടില്ല, ഒറ്റയ്ക്കാണ് ഞാൻ വളർന്നത്. ചിലപ്പോ എനിക്കൊന്ന് സോഷ്യൽ ക്രിമിനൽ എന്ന് പറയുന്ന സോങ് എനിക്ക് കേട്ടപ്പോഴും കണ്ടപ്പോഴും ആ ഒരു വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് പുള്ളിയുടെ ജീവിത അനുഭവങ്ങൾ തന്നെ ആയിരിക്കാം. എവിടെന്നോ വന്നു, തെരുവിലൊറ്റക്ക് നിന്നു, തനിയെ വളർന്നു, പട്ടിണിയും ദാരിദ്ര്യവും അങ്ങനെ പല സിറ്റുവേഷനിൽ കൂടി വളർന്നു വന്നപ്പോൾ ഇടയ്ക്കൊക്കെ പലപ്പോഴും വഴിതെറ്റിപ്പോയതായിരിക്കാം.
ഇപ്പോൾ ഇനി ഞാൻ നന്നാവാൻ ശ്രമിക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ശരിക്കും ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് ഏറ്റു പറയാൻ പലരും മടിക്കുന്ന, അത്രയും ഫേമസ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഇത് ചെയ്ത് തെറ്റാണ്, ഞാൻ തിരുത്താം എന്ന് പറയാൻ പലരും മടിക്കും. ഇൻഫ്ലുവൻസ് ആവരുത് അദ്ദേഹം പറഞ്ഞു. പക്ഷെ കുട്ടികളുടെയൊക്കെ ഒരു നേച്ചർ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പറയും ഇന്നാള് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പണ്ട് പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കുട്ടി ഞാൻ മോനെ പഠിക്കണം, പഠിച്ചാലേ എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ, അംബാനി സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കാര്യം ഒക്കെ എടുത്ത് പറയും. ഇനി പിള്ളേര് പറയാൻ പോകുന്നത് വേടന്റെ കാര്യം, തൊപ്പിയുടെ കാര്യമൊക്കെ ആയിരിക്കും ശരിക്കും. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് തന്നെയാണ്. അപ്പൊ അതാണ് നമ്മള് മാറ്റേണ്ടത്. അപ്പം പല ആളുകളും തുറന്നു പറയുന്നത് വളരെ വിരളാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പലപ്പോഴും പറയില്ല, സ്വയം കൺഫസ് ചെയ്യാണത്. അതാണല്ലോ ഏറ്റവും വലിയൊരു പ്രായശ്ചിത്തവും. അങ്ങനെയാണല്ലോ നമ്മൾ പറയാറ്. ഏത് രീതിയിലാണെന്ന് അറിയില്ല, എന്നാലും പക്ഷെ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പം വേടൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ എന്നെ കണ്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആയിക്കോ, പക്ഷെ ചില കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ആവരുത്. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം തിരുത്താനും തിരുത്തപ്പെടാനുമുള്ള ഒരു സാഹചര്യം എനിക്കുണ്ട്. ഞാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേടൻ പല ഷോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും ഡ്രഗ്സ് യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെടരുത് എന്നുള്ളൊരു ആശയം തന്നെയാണ് ഇപ്പൊ വേടൻ പങ്കുവെക്കുന്നത്. ഞാൻ അതിന് അഡിക്റ്റ് ആയിരുന്നു, പക്ഷെ ഇനി ഞാനത് ചെയ്യില്ല. എനിക്ക് ഇനി എന്റെ സോങ് ആണ്, അല്ലെങ്കിൽ എന്റെ മ്യൂസിക് ആണ് എന്റെ ലഹരി, അല്ലെ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മീഡിയാസ് ഉണ്ടല്ലോ, മീഡിയാസിൽ ആരൊരാൾ ചോദിച്ചു ഇനിയും പാട്ടുകൾ ഇതിനെക്കുറിച്ച് എഴുതോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇതാണല്ലോ എൻ്റെ തൊഴില്, കാരണം 100% ഇതിൽ വിശ്വസിച്ച് ഇതാണ് എൻ്റെ തൊഴില്, 100% അതിലോട്ട് പൂർവ്വ പുലർത്തിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനിയും പാട്ടുകൾ ഈ ഒരു ബേസിസിൽ ഉണ്ടാവും, ഇതാണ് എൻ്റെ തൊഴിൽ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മള് വേടന്റെ കാര്യത്തിൽ പറയുന്നത് ഒരു ഇരട്ട നീതി എന്നുള്ളതാണ്. ഇപ്പം പെട്ടെന്ന് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് അത്രയും ഡേഞ്ചർ ആയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു അറസ്റ്റ് ചെയ്യാൻ. ഇതിനു മുമ്പും രാഷ്ട്രീയ രംഗത്തായിക്കോട്ടെ സിനിമാ രംഗത്തായിക്കോട്ടെ പലതരത്തിലുള്ള കേസുകൾ പല ആളുകളുടെ പേരിൽ വന്നിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്. അതിപ്പോ നമ്മൾ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പുലിപ്പല്ലായിക്കോട്ടെ, ആനക്കൊമ്പായിക്കോട്ടെ, അല്ലെങ്കിൽ മീറ്റു കേസുകളായിക്കോട്ടെ, പലതരത്തിലുള്ള കേസുകൾ, ലഹരിയുടെ കേസുകളായിക്കോട്ടെ റീസെന്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ പണ്ട് നടന്ന പല കേസുകളിലും അല്ലെങ്കിൽ ഇപ്പൊ നടന്ന പല കേസുകളിലും ഒരു പ്രൊസീജിയർ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് അവരെ വിവരം അറിയിക്കുക, അല്ലെങ്കിൽ പോയി സ്റ്റേഷനിൽ ഹാജരാവാനായിട്ട് പറയാ. പക്ഷെ വേടന്റെ കാര്യത്തിൽ ആ ഒരു പ്രൊസീജിയർ ഉണ്ടായിട്ടില്ല. അത്രയും അക്രമകാരിയായിട്ട് വേടൻ നിൽക്കുകയായിരുന്നോ? അപ്പം മുമ്പുണ്ടായിരുന്ന പല കേസുകളിലും പല പ്രമുഖർക്കും, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, പല പ്രമുഖർക്കും അവർക്ക് കോടതിയിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യം പോലും ഉണ്ടായിട്ടില്ല. അവർക്ക് കിട്ടിയതെന്തോ ഇവർക്ക് കിട്ടുന്നില്ല. അതെന്തിനാ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ? സെയിം നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരും ചെയ്തിരിക്കുന്നത് ഒരേ ക്രൈം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മള് തെറ്റ് ആണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് വേടനെ പോയിന്റ് ചെയ്തു? അപ്പൊ വേടൻ തന്നെ പറയുന്നുണ്ട്, അത് ഞാൻ പണ്ട് അനുഭവിക്കുന്നതാണ്, എന്റെ ആശയങ്ങള് അത്തരത്തിലുള്ള ആശയങ്ങളാണ് ഒരു സവർണ മേധാവിത്വം അല്ലെങ്കിൽ സവർണർ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രിവിലേജ് ഉള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് വേടന് കൊടുക്കുന്നില്ല. വേടന് ഇത്രയും ആളുകളുടെ ഫാൻ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. വേടന്റെ തന്നെ വരികളാണ്. മുതുകുകൂനി തലകൾ താന്ന് ഇനി എത്ര നാൾ, മൂർച്ചയേറിയ വാക്കുകളാണ്, പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്, നിശബ്ദരായവരുടെ ശബ്ദമാണ്, സൂക്ഷിക്കുക.